ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ പനീർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ വെച്ച് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ ഇതിലോട്ട് പനീർ ചേർത്ത് ഈ പനീറിൻ്റെ കളറൊന്ന് മാറി ഇത് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ബട്ടറിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള, ഒരു മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത തക്കാളി, 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 കാഷ്യൂ നട്ട്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയുടെ കളറൊക്കെ മാറി ഉള്ളി ഒന്ന് ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ നമുക്ക് ഇതൊരു ജാറിലോട്ട് മാറ്റി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി സെയിം പാൻ അടുപ്പിൽ വെച്ച് ഇതിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് ഇതൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് ഈ പൊടിയുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടി കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ മുന്നേ അടിച്ചു വെച്ചേക്കുന്ന തക്കാളിയുടെയും ഉള്ളിയുടെയും കൂട്ടും കൂടി ചേർത്ത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പനീർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പനീറിലോട്ട് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് കസൂരി മേത്തി കയ്യിൽ വെച്ച് പൊടിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്കത് കുറച്ചുകൂടി റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബട്ടർ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.